Hey everyone, welcome back to Easy on the Eye. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് ഷോൺ ഇൻ തംബ്നെയിൽ നമ്മൾ ബന്ധാരാസിൻ്റെ പല സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ഈ ബന്ധാനാസിൻ്റെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മിക്ക ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴും ബന്ധാനാസ് പല വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ക്രോഷറ്റ് ബന്ധാന കാണിച്ചിരുന്നു, ദാറ്റ് ഈസ് റെഡി ടു വെയർ, അങ്ങനെ തന്നെ ഉള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ജസ്റ്റ് ഒരു സ്കാർഫ് പരുവത്തിലാണ് വരുന്നത്. ഇതാണ് ഞാൻ മേടിച്ചത്. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 10 dirhams. ഡേ ടു ഡേ എന്നാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ പല വെറൈറ്റീസ് കളറും പ്രിൻസും ഒക്കെ വരുന്ന പല വെറൈറ്റി. ഓൾസോ നമ്മുടെ പിൻട്രസ്റ്റിൽ പല വെറൈറ്റി ആയിട്ട് ഇത് ഹെയറിൽ സ്റ്റൈൽ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വിൽ ട്രൈ ദാറ്റ്. എന്നിട്ട് അത് നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുമോ, നമുക്കത് ഈസി ആണോ ഇങ്ങനെ ട്രൈ ചെയ്യാനെന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഈസി, നമുക്ക് പല ഡ്രസ്സിൻ്റെ കൂടെ പല രീതിയിൽ തന്നെ ഇത് സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. വിത്തൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റൈലാണ്, വിച്ച് ഈസ് ഫൈൻഡ് ടു ബി സോ സിമ്പിൾ. സോ ലെറ്റ്സ് ഡു. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നും കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത്, ഓക്കെ ആസ് യൂഷ്വൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ബാക്കിൽ ടൈ ചെയ്യുന്ന പോലാണിത്. ഇപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് പോർഷൻ തന്നെ എടുക്കാം. And we'll tie with a band. Just tie this. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫസ്റ്റ് ഹാഫായിട്ട് മടക്കുക, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. ഓക്കെ, പിന്നെ നമ്മളിതിനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ടൈ ചെയ്യാൻ പോകുന്നത്. ഒരു മിഡിൽ പോർഷൻ ഹെയർ എടുത്തിട്ട് ബണ്ണിട്ട് ഇങ്ങനെ ടൈറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ബേസിക് വൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബന്ധാന എടുത്തിട്ട് ആസ് നോർമലി അത് ടൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ. ആൻഡ് ഹെയർ സ്ട്രെയിറ്റൻഡ് ഹെയർ ആണെങ്കിലും കേളി ഹെയർ ആണെങ്കിലും വേവി ഹെയർ ആണെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ അത്യാവശ്യം പോവുകയും ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എല്ലാ ഒരു സീസണിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഹെയർ കെട്ടണം എന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ദിസ് വിൽ ഗോ ഫൈൻ വിത്ത് ദാറ്റ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. ഫ്രണ്ട് വ്യൂ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹെയർ ഇടാം. ആൻഡ് ദിസ് വിൽ ഗോ ഫൈൻ വിത്ത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ലൈക്ക് ജീൻസ് ടോപ്പ് അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ സമ്മർ ഡ്രസ്സസ് ഉണ്ടല്ലോ, മാക്സി ഡ്രസ്സസിനൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് ഈ ഹെയർ സ്റ്റൈൽ പോകും. സോ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ വരാം. ഇതിൽ കുറച്ച് വെറൈറ്റീസ് തപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് വൺ. ആസ് എവ്രി വൺ നോസ്, സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ലൈക്ക് നമ്മൾ നോർമൽ ബന്ധാന കെട്ടുന്ന ഇങ്ങനെ ഒരെണ്ണം, അതെല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ചുകൂടെ വെറൈറ്റി തപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ദ ഫസ്റ്റ് വൺ. ആൻഡ് വിൽ ട്രൈ ദ സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് എന്തുമാത്രം എൻ്റെ ഹെയറിൽ സെറ്റ് ആവും എന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല. കാരണം ഒന്നാമതേ ഉള്ളു കുറവാണ്. അപ്പോൾ അത് പിന്നുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. വിൽ ട്രൈ. സോ ഇതിന് ഫസ്റ്റ് ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ടൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈക്ക് ഇങ്ങനെ. ഓക്കെ, ഇനി ഇതാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടല്ലോ. ഇനി ഇതാണ് നമ്മൾ ഹെയർ ടൈ ചെയ്യാൻ പോകുന്നത്. ദെൻ പിന്നിടാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇതിന് വരുമ്പോൾ നമ്മൾ ടൈ ചെയ്യാൻ പോകുന്ന ആ ഒരു ബണ്ണിനകത്തോട്ട് നമ്മുടെ ബന്ധാന ഹാങ് ചെയ്യണം. എന്നിട്ട് നോർമലി എന്ത് ടൈ ചെയ്യണം, നമ്മുടെ ബൺ ടൈ ചെയ്തിട്ട് നമ്മൾ മുടി പിന്നുന്ന പോലെ തന്നെ, പക്ഷെ പിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ബന്ധാനയും കൂടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 പാർട്ടിൽ നമ്മുടെ ബന്ധാനയും കൂടെ വെച്ചിട്ട് വേണം ഫുള്ള് പിന്നി വരാൻ. ഏത് നമുക്ക് ഇതുപോലെ ഒരു ഫ്ലോറൽ ക്ലിപ്പ് അടിയിൽ കൊടുക്കാം. അതല്ല എങ്കിൽ ലൈക്ക് ഒരു കാണാത്ത ഇപ്പം ബണ്ണുകളും ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത് കൊടുത്താൽ തീരെ അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിൽ തന്നെ കിടക്കും. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് വിത്ത് ബന്ധാന. ഫൈനൽ റിസൾട്ട് ഇവിടെ ഞാൻ ക്ലിപ്പ് കുത്തിയെന്നേ ഉള്ളൂ. യു ക്യാൻ ജസ്റ്റ് പുട്ട് സം ബൺ എന്തെങ്കിലും. ആൻഡ് ദിസ് ഈസ് ഓൾസോ നൈസ്. ഞാൻ വിചാരിച്ച എൻ്റെ ഹെയറിൽ എന്താ നമ്മുടെ ഉള്ളില്ലാത്തതുകൊണ്ട്
വൃത്തികേടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നോട്ട് ബാഡ്, ദിസ് ഈസ് ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് സോ സിമ്പിൾ ദാറ്റ് യു ക്യാൻ സീ. നമ്മൾ സാധാ ഹെയർ ടൈ ചെയ്യുന്ന പോലെ ടൈ ചെയ്യുക, ദെൻ ഈ ബന്ധാന ടൈ ചെയ്യുക. ലെറ്റ് സീ ദാറ്റ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ നോർമലി ഹെയർ ടൈ ചെയ്യുക, അതിന് ശേഷം ഒരു ഡിവിഷനും ഒന്നുമില്ല, ദെൻ ബന്ധാന ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുക. ഇത് ഒരുപാട് ആക്ട്രസും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുറേ ഫിലിമിലൊക്കെ. ഇത് ദിസ് വാസ് ആക്ച്വലി സോ സിമ്പിൾ. ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക്, എന്നാൽ ഒരു വെറൈറ്റി വേണ്ടവർക്ക് ദിസ് വിൽ ബി സോ നൈസ്. ആൻഡ് ഇതും നമുക്ക് സൽവാസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് സക്സസ് ആവുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു സ്റ്റൈലാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഇത് ആക്ച്വലി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് എങ്ങനെ വരും എന്നുള്ളത്. ഇത് നമ്മുടെ ഫസ്റ്റ് ചെയ്ത പോലെ ഹെയർ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക, അത് നന്നായിട്ട് ടൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കുക. അതായത് ടൈ ചെയ്ത് വന്നിട്ട് മിഡിൽ ഇങ്ങനെ ആക്കുക. അതിലേക്ക് നമ്മളിങ്ങനെ മിഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹോൾ അതിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മുടെ ബന്ധാന ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഒരു അളവ് നോക്കിയതിന് ശേഷം നമ്മുടെ ബണ്ണിൻ്റെ അടുത്ത് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ആക്കുക. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. പക്ഷേ എനിക്കത് ചെയ്തപ്പോൾ വീണ്ടും ഇത് അതായത് ഇങ്ങനെ ട്രിപ്പായിട്ട് താഴോട്ട് വരികയായിരുന്നു. അവിടെ ഒന്ന് സെറ്റിലായിട്ട് ഇത് ഇരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എയ്തർ നമ്മൾ കുറച്ചുകൂടെ ആ ബണ്ണ് വെച്ചിട്ട് അത് ടൈറ്റ് ആക്കിയാൽ കുറച്ചുകൂടി ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് പിന്നെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫെയിലായല്ലോ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഞാൻ അവിടെ കറക്റ്റ് നല്ലൊരു ഹോൾ എടുത്തതിന് ശേഷം ഇതകത്തേക്ക് വെച്ച് നോക്കി. അപ്പോൾ ഇത് കുറച്ചുകൂടെ പറ്റുന്നുണ്ട്. ടു ബി ഓണസ്റ്റ്, അത് ചെയ്യാൻ നല്ല പാടായിരുന്നു. ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ആക്കുമ്പോൾ മൊത്തം ഈ ഹെയർ തിരിച്ച് ഫ്ലിപ്പായി വരികയാണ്. പക്ഷെ അതല്ലെങ്കിൽ ദാറ്റ് വിൽ ബി സോ നൈസ്. ആ ഫ്ലിപ്പാവാൻ കുറച്ചുകൂടെ നമ്മൾ ബണ്ണ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. അതിനകത്ത് ഇത്തിരി പാടായതുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു ബന്ധാന സ്റ്റൈലാണ്. അത് ആർക്കും കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ റോൾ ചെയ്യുക, ഇങ്ങനെ വെക്കുക, അതിൻ്റെ ഇവിടെ ടൈ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ടൈ ചെയ്തിട്ടില്ല, ബട്ട് ഇങ്ങനെ ടൈ ചെയ്യുക. അവിടെ ടൈ ചെയ്യുമ്പോൾ ഇതാണ് ദ നോർമൽ ബന്ധാന സ്റ്റൈൽ. ഇങ്ങനെ വരും. അത് ലൈക്ക് ആസ് യൂഷ്വൽ. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി പിടിക്കാനാണ് ഈ ബാക്കിയുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് കിട്ടിയ കുറച്ച് അത്യാവശ്യം വെറൈറ്റി എന്ന് തോന്നുന്ന ബന്ധാന സ്റ്റൈൽസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൻഡ് കുറേയൊക്കെ ഈസിയാണ്. ചിലത് മാത്രമേ ഉള്ളൂ ഹെയർ, അത് ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ കഴിയുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ആവും. ആൻഡ് ഐ ഹോപ്പ് ഇവിടെ ഭയങ്കര സമ്മറാണ്. അപ്പോൾ ഈ സമ്മറിൽ പറ്റുന്ന കുറേ ഹെയർ സ്റ്റൈൽസാണ്. ആൻഡ് ഓൾസോ കാണാൻ നല്ല പ്രിട്ടി ആയിരിക്കും. അപ്പോൾ വിൽ സീ വിത്ത് some other video. I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.